വാണിയപ്പാറയിൽ 2 മൃതദേഹം കണ്ടതോടെയാണ് സംശയം തുടങ്ങിയത്. സാധാരണ നിലയിൽ 2 മൃതദേഹം ഒരുമിച്ച് സംസ്കരിക്കുന്ന പതിവില്ല. പക്ഷേ വാണിയപ്പാറയിലെ പായയിൽ പൊതിഞ്ഞ നിലയിലുള്ള മൃതദേഹം തന്നെയാണെന്ന നിലപാടിലാണ് പള്ളിക്കാരും നാട്ടുകാരും. എങ്ങനെ 2 മൃതദേഹം ഒരു കല്ലറയിൽ വന്നു? ആരുടേതാണ് ആ മൃതദേഹം എന്നീ ചോദ്യങ്ങളിൽ വ്യക്തത വേണം. ഇതിനിടെ 7 വർഷം മുൻപ് കാണാതായ മകന്റെ മൃതദേഹവുമായിരിക്കാം എന്ന അവകാശവാദവുമായി ആളുകൾ എത്തുന്നു. വ്യക്തത വേണം. അത് മൃതദേഹം തന്നെയാണോ? ആണെങ്കിൽ ആരുടേത്? എങ്ങനെ അവിടെ എത്തി? ആശങ്ക അകറ്റാൻ കാലതാമസം വരുന്നത് എന്തുകൊണ്ട്? എന്നിങ്ങനെ സംശയങ്ങൾ നിരവധിയാണ്. നമ്പർ നൽകിയപ്പോൾ പറ്റിയ പാളിച്ചയാണെന്ന വിശദീകരണത്തിലും വ്യക്തതയില്ല. ആശങ്കകൾ മാറണം, അവ്യക്തതകൾ അകലണം. അതിന് അന്വേഷണം വേണം. വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിൽ സെമിത്തേരിയിലെ വിവാദ കല്ലറ തുറന്ന് വിശദമായ പരിശോധന വേണമെന്ന ആവശ്യം. മൃതദേഹമാണെന്ന് ഉറപ്പായാൽ DNA പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി 7 വർഷം മുൻപ് കാണാതായ സിജോസ് കറിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായ സിജോസ് കറിയുടെ ഭാര്യ വാണിയപ്പാറ സ്വദേശിയാണ്. 2014 വിലങ്ങാട്ട് ബന്ധുക്കളോട് തെറ്റിപ്പിരിഞ്ഞ് ഭാര്യയുടെ നാടായ വാണിയപ്പാറയിലേക്ക് പോയതാണ് സിജോ. 2021 ബന്ധുക്കൾ അന്വേഷിച്ചു ചെന്നപ്പോൾ സിജോയെ കാണാനില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. 2021 സിജോയെ കാണാനില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കൾ കുറ്റ്യാടി പോലീസിൽ പരാതിയും നൽകിയിരുന്നു. വാണിയപ്പാറയിലെ ഇൻഫാന്റ് ജീസസ് ചർച്ചിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരൂഹതകളും അവിടെ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടു എന്ന് പറയുന്ന കാര്യത്തിലുമൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഏതാണ്ട് 7 വർഷം മുൻപ് കോഴിക്കോട് വിലങ്ങാട് നിന്ന് കാണാതായ സിജോ സ്കറിയയുടേതാണോ ഈ മൃതശരീരം എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സിജോയുടെ ഭാര്യ വീട് ഈ ഇൻഫാന്റ് ജീസസ് പള്ളിക്ക് കീഴിൽ വരുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ സിജോയെ 2021 കാണുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ ഒരു പരാതി നൽകുകയും ചെയ്തിരുന്നു. 2014 തന്നെ സിജോ വിലങ്ങാട് നിന്നും ഭാര്യ വീടായ വാണിയപ്പാറയിലേക്ക് ബന്ധുക്കളോട് പിണങ്ങിപ്പോയതാണ്. പിന്നീട് 7 വർഷത്തിന് ശേഷം അന്വേഷിച്ചപ്പോൾ സിജോ അവിടെയുമില്ല, അതായത് വാണിയപ്പാറയുമില്ല, വിലങ്ങാടുമില്ല എന്ന് വ്യക്തമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2021 ഇവർ പരാതി നൽകിയത്. നമുക്കിപ്പം സിജോയുടെ ബന്ധു തോമസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ആവശ്യം ഇപ്പം എന്താണ്? ഞങ്ങളുടെ ആവശ്യം ഈ വാണിയപ്പാറ സെമിത്തേരിയിൽ കണ്ടെത്തിയ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഈ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ മൃതദേഹമെന്ന് സംശയിക്കുന്ന ആ വസ്തു അത് തുറന്ന് അത് മൃതദേഹമാണെങ്കിൽ ഞങ്ങളുടെ ബന്ധുവായ ഈ സിജോ തോമസിൻ്റേതാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് സിജോ എന്നാണ് ഇവിടെ നിന്ന് പോയത്? എന്താണ് സംഭവിച്ചത്? സിജോ ഒരു 2014 കാലഘട്ടത്തിലാണ് കുടുംബാംഗങ്ങളുമായിട്ട് പിണങ്ങി ഭാര്യ വീട്ടിലേക്ക് പോയതല്ല, ഭാര്യ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് ഇവനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവനെ കുറേ കാലങ്ങളായിട്ട് കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ബന്ധുക്കളൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഞാനിവിടെ വന്ന് എൻ്റെ ഈ സിജോയുടെ അച്ഛനും കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി അവിടുത്തെ അച്ഛനുമായിട്ട് അവിടെ പള്ളിമുറിയിൽ നിന്ന് സംസാരിച്ച് അന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെമിത്തേരി മോഡിഫൈ ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങൾ ആ കാലഘട്ടത്തിൽ അവിടെ ചെല്ലുന്നതെന്ന് ഈ അച്ഛനോടും ഇയാളുടെ സിജോയുടെ ഭാര്യയോടും കൂടി പിറ്റേ ദിവസം പോയി കരിക്കോട്ടക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും 1 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു വെച്ചാൽ ഇയാളുടെ അഡ്രസ്സ് എവിടെയാണോ അവിടെയാണ് കേസ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. പോലീസ് പിന്നീട് കാര്യമായി അന്വേഷിച്ചു. ഞങ്ങൾക്ക് അന്വേഷണത്തിൽ നിന്ന് യാതൊരു ആക്ഷേപം പറയാനില്ല, വളരെ കാര്യമായിട്ട് അന്വേഷിച്ചു. CI അടക്കമുള്ള എനിക്കൊന്നൊരു SIT സംഘമായിരുന്നു തോന്നുന്നു, അത്ര നന്നായിട്ട് അന്വേഷിച്ചു. അവിടെ പോവുകയും അവരെ പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി നന്നായിട്ട്, പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. പിന്നീട് അജ്ഞാത മൃതദേഹങ്ങളുടെ DNA ഒത്തിരി ചേർത്ത് പരിശോധിച്ച് നോക്കി, ഇയാൾ അങ്ങനെയൊന്നും കിട്ടാതെ വന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു സമയത്തുമ്പോൾ പോലീസ് മന്ദിഭവിക്കുമല്ലോ, അങ്ങനെയാണ് അങ്ങനെ കടന്നു പോയത്. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതോടുകൂടിയാണ് ഒരു സംശയം. അതെ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതോടെ ഈ വാണിയപ്പാറത്തട്ട് ഇൻഫന്റ് ജീസസ് ചർച്ചിൻ്റെ പേര് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി. കാരണം ഇയാളെ തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് വന്ന ഈ വാർത്തകളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഒരു വലിയൊരു സംശയം, ഈ കാലയളവൊക്കെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ വലിയൊരു സംശയം തോന്നിയത്. അങ്ങനെയാണ് ഞങ്ങൾ ഇത്
കുറ്റ്യാടി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ഇപ്പം മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കും. ഞങ്ങൾ ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതി കൊടുക്കും. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം, അതായത് ഇത് മൃതദേഹമാണെങ്കിൽ പുറത്തെടുത്ത് പരിശോധിച്ച് ഒരു ഉറപ്പ് നടത്തി ഈ സിജോ അല്ല എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഞങ്ങളുടെ അപ്പം വ്യക്തത വരുത്തണമെന്നാണ്. അത്രയേ ഉള്ളൂ, വ്യക്തത വരുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സിജോയുടെ കുടുംബം പറയുന്നത്. ആ കല്ലറയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന മൃതദേഹം ഉണ്ടെങ്കിൽ അത് സിജോയുടേതല്ല എന്നോ ആണെന്നോ എന്നുള്ള വ്യക്തത വരുത്തണം. കൃത്യമായി DNA പരിശോധന നടത്തണം. ഇവരുടെ സംശയത്തിനൊരു ദൂരീകരണം ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് 2021 കൊടുത്ത പരാതിയാണ്. ആ പരാതിയിന്മേൽ ഒരു വ്യക്തത വരണമെന്നാണ് സിജോയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. പത്തനംതിട്ട എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന് കീഴിലെ വൃദ്ധസദനത്തിൽ നടന്നത് ക്രൂരകൃത്യങ്ങൾ. മർദ്ദനത്തിൽ കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് പോലീസ് റിപ്പോർട്ട്. സംഭവത്തിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതേസമയം സംഭവത്തിൽ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓമല്ലൂരിലെ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന സ്ഥാപനത്തിന്റെ കീഴിലാണ് സ്നേഹത്തണൽ എന്ന വൃദ്ധസദനം പ്രവർത്തിക്കുന്നത്. ഇവിടേക്കാണ് വിദ്യാഭ്യാസം നൽകാമെന്ന വ്യാജേന കുട്ടികളെ എത്തിച്ച് ബാലവേല ചെയ്യിപ്പിച്ചു എന്ന പരാതി ഉയർന്നത്. ബാലവേല ചെയ്യാൻ വിസമ്മതിച്ച ഇടുക്കി, കോട്ടയം സ്വദേശികളായ 17കാർക്കാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. സംഭവത്തിൽ വൃദ്ധസദനത്തിലെ ജീവനക്കാരായ റെജി, ബെന്നി, സിജോ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും ഇലവന്തിട്ട പോലീസ് അറിയിച്ചു. എന്നാൽ സംഭവം കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷമെന്നാണ് സ്ഥാപന നടത്തിപ്പുകാരൻ പാസ്റ്റർ ബിനു വാഴമുട്ടം പറയുന്നത്. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെയെന്നും പാസ്റ്റർ പറഞ്ഞു. ഞാൻ ഒരു 24 വർഷമായിട്ട് ശുശ്രൂഷകനാണ്. ഇങ്ങനെ കഞ്ചാവും ഇങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടും, എൻ്റെ വീട്ടിൽ താമസിപ്പിക്കും. അത് നിരന്തരമായി ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാനത് ചെയ്യുന്നു. എൻ്റെ കൂടെ അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട്. കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് കോടതിയിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ബാക്കി പറയാത്തത്. അതേസമയം പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ നടത്തിയ പ്രതിഷേധത്തിൽ നേരിയ സംഘർഷമുണ്ടായി. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെ ഓമല്ലൂരിലെ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്കാണ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധിച്ചത്. നിയമപരമായിട്ടല്ല ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ പ്രശ്നം നടന്നതിൻ്റെ അന്ന് രാത്രി ഇവിടെ പോലീസിനെ കൊണ്ട് ഈ റൂം തുറപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരു ആളെ പൂട്ടിയിട്ടേക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. രാവിലെ അവർ പൂട്ടിയിട്ട് പോയ ആൾ CI, SI എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നപ്പോൾ രാത്രി 9:30 അതിനകത്ത് ഒരാളെ കാണുകയും അന്നേരം നമ്മൾ ചെന്നതിൻ്റെ പേരിൽ ആ പുള്ളിയെ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ എന്തിന് പ്രാർത്ഥന നടത്തുന്നത് തടയുന്നു. അതിന് നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മളും പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. പക്ഷേ പ്രാർത്ഥനയുടെ മറവിൽ ഇങ്ങനെ പൂട്ടിയിടാനാണ് ഒരാളെ കൊണ്ടുവരുന്നത്. സ്നേഹത്തണൽ എന്ന വൃദ്ധസദനത്തിൽ നടന്നത് ക്രൂരപീഡനമാണെന്നും സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കണമെന്നും സാമൂഹ്യ നീതി വകുപ്പ് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് നടപടി സ്വീകരിക്കും. ബിഗ് TV, പത്തനംതിട്ട. തൃശൂരിൽ അനാശാസ്യ കേന്ദ്രത്തിൽ പണത്തെച്ചൊല്ലിയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. സേവനത്തിന് നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശിയാണ് മരിച്ചത്. സംഭവത്തിൽ 2 പുരുഷന്മാരും 4 സ്ത്രീകളും അടക്കം 6 പേരെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശ്ശൂർ ടൗണിലുള്ള കോരപ്പത്ത് ലൈനിലെ 19 നമ്പർ വീട്ടിലാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഈ വീടാണ് ഈ പണിവാണി കേന്ദ്രമായി പ്രവർത്തിച്ചത്. ഇവിടുത്തെ ഇടപാടുകാരും ഒപ്പം തന്നെ ഇത് നടത്തിപ്പുകാരുമൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതിൻ്റെ ഭാഗമായി ഒഡീഷ സ്വദേശി ധൻബക് നായിക് എന്ന് പറയുന്നയാളാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനാസ്പദമായ സംഭവം നടക്കുന്നത് 18-ാം തീയതിയാണ് ഈ മാസം. ഈ ധൻബക് നായിക്കും ഒപ്പം തന്നെ ഇയാളുടെ 2 സുഹൃത്തുക്കളും ലൈംഗിക ആവശ്യത്തിന് വേണ്ടി
വേണ്ടി ഇവിടെ എത്തുകയാണ് ഉണ്ടായത്. എന്നാൽ അതിന് ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് ഇവർ പണം നൽകിയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടത്തിപ്പുകാരും ഒപ്പം തന്നെ ഇവരും തമ്മിൽ ക്രൂരമായ ഏറ്റുമുട്ടൽ നടന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ 8ഓളം വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ഈ 3 പേരെയും അതിക്രൂരമായി മർദ്ദിച്ചു. ഇരുമ്പ് വള ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. അതിനുശേഷം ഇവരുടെ താമസ സ്ഥലത്തേക്ക് ഈ 3 പേരെയും ഈ മർദ്ദിച്ച അല്ലെങ്കിൽ നടത്തിപ്പുകാർ അല്ലെങ്കിൽ ഈ അക്രമി സംഘം അവരെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവിടുകയും ചെയ്തു. അതിനുശേഷം നാണക്കേട് ഭയന്നുകൊണ്ട് ഇവർ ഈ കാര്യം പുറത്താരോടും തന്നെ പറഞ്ഞിരുന്നില്ല. എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ഇതോടുകൂടിയാണ് പോലീസിന് ഇൻഡിവേഷൻ വരുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെയോടുകൂടി ചികിത്സയിലുള്ള ഈ ദൻപക് നായിക് എന്ന് പറയുന്നയാൾ മരിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായത്. ഇതോടുകൂടി പോലീസ് നടപടിയിലേക്ക് കടന്നു. ഇതുമായി ബന്ധപ്പെട്ട് 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ 6 പേരും ഈ നടത്തിപ്പുകാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമാണ്. അതിൽ 2 പുരുഷന്മാരും 4 സ്ത്രീകളുമാണുള്ളത്. അതിൽ ഹുസൈൻ ഒപ്പം തന്നെ മൊഹന്തി നായിക് എന്നിവരാണ് അറസ്റ്റിലായ പുരുഷന്മാർ. മറ്റുള്ളവർ മസുനി, റുബീന ബീഗം, മസുമ, നസ്രീൻ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ സ്ത്രീകൾ എന്നുള്ളതാണ്. ഇതിൽ 2 പേരെ കൂടി ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഒരാൾ ഈ അസാമിലേക്ക് കടന്നിട്ടുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു ജനവാസ മേഖലയാണ്. കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. തൊട്ടടുത്ത് ഫ്ലാറ്റുണ്ട്, മറ്റു വീടുകളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതിനിടയിലാണ് വളരെ രഹസ്യമായി ഇത്തരമൊരു പെൺവാണിഭ കേന്ദ്രം ഇവിടെ പ്രവർത്തിച്ചത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ഇവിടേക്ക് ആളുകൾ വരുന്നത് ഇത് ഈ പെൺവാണിഭ കേന്ദ്രത്തിൻ്റെ മുൻഭാഗമാണെങ്കിൽ അതുകൂടിയല്ല, മറിച്ച് പിൻഭാഗത്തെ ഒരു വഴിയുണ്ട്. അതുവഴിയാണ് ഇടപാടുകാർ ഇങ്ങോട്ട് വരികയും അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് മടങ്ങുകയും ചെയ്തത്. ഈ മലയാളികൾ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരാറില്ല എന്നതാണ് പോലീസ് പ്രാഥമികമായി തന്നെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് രാത്രികാലങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്താറുള്ളതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. വാടകയ്ക്കെടുത്താണ് ഇത്തരമൊരു കേന്ദ്രം നടത്തിയതെന്നും പോലീസ് ഈ സാഹചര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണെങ്കിലും മറ്റുള്ള 2 പേരെ കൂടി ഉടനെ പിടികൂടുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം തിരുമലയിൽ 12 വയസ്സുകാരിക്ക് നേരെ നടു റോഡിലാണ് ലൈംഗികാതിക്രമം ഉണ്ടായത്. CCTV ദൃശ്യങ്ങളടക്കം സഹായത്തോടുകൂടി പ്രതി ആര്യനാട് സ്വദേശി അമൽ കൃഷ്ണയെ മണിക്കൂറുകൾക്കകം തന്നെ പൂജപ്പുര പോലീസ് പിടികൂടുകയും ചെയ്തു. പിടിയിലായ പ്രതിയുടെ മൊബൈലിൽ നിന്ന് പ്രായപൂർത്തിയാവാത്ത നിരവധി പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ദൃശ്യങ്ങളും കണ്ടെടുത്തു. ഇരുട്ടിന്റെ മറവിൽ മാത്രമല്ല, പട്ടാപ്പകലും കേരളത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിനിടെയാണ് തലസ്ഥാനത്ത് 12 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് നേരെ പ്രതി അമൽ കൃഷ്ണ ലൈംഗികാതിക്രമം നടത്തിയിട്ടുള്ള ഒരു വാർത്ത കൂടി എത്തുന്നത്. ഈ മാസം 19-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. രാവിലെ തിരുമലയിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ 12 വയസ്സുകാരിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചു പോകുമ്പോഴാണ് റോഡരികിലൂടെ പെൺകുട്ടി നടന്നു പോകുന്നത് പ്രതി അമൽ കാണുന്നത്. വഴിയിൽ വാഹനവുമായി പ്രതി കാത്തു നിൽക്കുകയായിരുന്നു. പെൺകുട്ടി അടുത്തേക്കെത്തിയപ്പോഴാണ് അതിക്രമം നടത്തിയത്. കുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടു. കരഞ്ഞു നിലവിളിച്ച വീട്ടിലേക്കെത്തിയ കുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞു. ഉടൻ പൂജപ്പുര പോലീസിൽ പരാതി നൽകി. സംഭവം നടന്ന സ്ഥലത്തിനടുത്തുള്ള പല CCTV ദൃശ്യങ്ങളും പോലീസ് തിരഞ്ഞു. അങ്ങനെയാണ് ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നത്. ആര്യനാട് സ്വദേശി അമൽ കൃഷ്ണയെ മണിക്കൂറുകൾക്കകം തന്നെ പൂജപ്പുര പോലീസ് പിടികൂടി. പ്രതിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പോലീസിന് ലഭിച്ചത്. പ്രായപൂർത്തിയാവാത്ത പല പെൺകുട്ടികളുടെയും ദൃശ്യങ്ങൾ മൊബൈലിൽ ഇയാൾ പകർത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ മോർഫ് ചെയ്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പല വിധത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൂടുതൽ പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിലും അത് വ്യക്തമാകുമെന്നും പോലീസ് പറയുന്നു. ബിഗ് TV തിരുവനന്തപുരം. കൊച്ചിയിലെ സ്വകാര്യ ഡെന്റൽ ക്ലിനിക്കിലെ ചികിത്സാ പിഴവിൽ പ്രതി ഡോക്ടർ വരുൺ നമ്പ്യാരോട് പോലീസിൽ കീഴടങ്ങണമെന്ന് കോടതി. ഡോക്ടർ വരുൺ നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശം. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ ഉൾപ്പെടെ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് കോടതി വിലയിരുത്തി. കഴിഞ്ഞ വർഷം വയനാട് സ്വദേശിയുടെ മൂക്കിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചു എന്നാണ് പരാതി.
വയനാട് സ്വദേശിനിയുടെ പരാതിയിൽ ഡോക്ടർ നമ്പ്യാർ ക്ലിനിക് ഉടമയും ഡോക്ടറുമായ വരുൺ നമ്പ്യാർക്കെതിരെ കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതി കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പ്രതിയോട് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് മുൻപ് പോലീസിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. കേസുമായും ചോദ്യം ചെയ്യലുമായി സഹകരിക്കണമെന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസിൽ ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തണം. ഡോക്ടർക്ക് ശസ്ത്രക്രിയകൾ നടത്താൻ യോഗ്യതയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി പോലീസിന് നിർദ്ദേശം നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ പോലീസിനെതിരെ രൂക്ഷ വിമർശനവും കോടതി നടത്തി. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. പരാതി നൽകിയിട്ടും കേസെടുക്കുന്നതിൽ കാലതാമസമുണ്ടായി. ഒടുവിൽ കേസെടുക്കാൻ പരാതിക്കാരിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നുവെന്നും കോടതി പറഞ്ഞു. വയനാട് സ്വദേശിനിയായ യുവതിക്ക് കഴിഞ്ഞ വർഷം ജൂണിലാണ് കൊച്ചിയിലെ ഡോക്ടർ നമ്പ്യാർ ക്ലിനിക്കിൽ ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയിലുണ്ടായ പിഴവിനെ തുടർന്ന് യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. ബിഗ് TV കൊച്ചി. ഇടവേള. മാറ്റം പ്രകടമായ 3 മാസം. ജനകീയ പ്രശ്നങ്ങളിൽ പരിഹാരമുറപ്പാക്കി ബിഗ് TV. പലരും തഴഞ്ഞ വാർത്തകൾ വെളിച്ചെടുത്തുകൊണ്ടുവന്ന് ബിഗ് TV. അടിസ്ഥാന ശമ്പളം എന്ന ന്യായം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്കൊപ്പം നിലയുറപ്പിച്ചു നിന്നു. വേതന വർധന ഉൾപ്പെടെ ആവശ്യങ്ങളിൽ പരിഹാരം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അരിയസ് വിഷയത്തിൽ ശക്തമായ ഇടപെടൽ. ഇപ്പോൾ ആ സമരപന്തൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പുച്ഛമാണ്. മലയാള ടെലിവിഷൻ രംഗത്ത് പുതിയ പാത വെട്ടിത്തുറന്ന് ബിഗ് TV. അടിസ്ഥാന വികസനത്തിന് ഭരണപക്ഷത്തിന് മുൻപേ ധവളപത്രം പുറത്തുവിട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ തുറന്നുകാട്ടി ബദൽ മാർഗങ്ങൾ നിർദ്ദേശിച്ചു. 200 മണിക്കൂർ ഇടതടവില്ലാതെ ഇലക്ഷൻ അനാലിസിസ്. അധികാരികൾ നിഷേധിച്ച സമ്മതിദാനാവകാശം അക്ഷയയ്ക്ക് നേടിക്കൊടുത്തു. ജനാധിപത്യത്തിന് വേണ്ടി ഉറച്ചുനിന്നു. ആരും കേൾക്കാത്തവർക്ക് ഞങ്ങളുണ്ട്. ആദിവാസി കുട്ടികൾ സ്കൂളിലുമില്ല. വിദ്യാവാഹിനി പദ്ധതി മുടങ്ങിയതിൽ അടിയന്തര നടപടിയെടുത്ത് മന്ത്രി KA തുളസി. പരിഹാരത്തിന് വേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാറനല്ലൂരിലെ ജാതീയ അധിക്ഷേപത്തിൽ റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി. കടലിൽ പോകണമെങ്കിൽ ഓമനപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ വഴിയടച്ചു കെട്ടിയ റിസോർട്ട് മാഫിയക്കെതിരെ കേസ്. ഈ മതിൽ കയറിയാണ് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുന്നത്. കണ്ണൻ ദേവൻ കമ്പനിയുടെ കുടിയിറക്കൽ ഭീഷണിയിൽ ഇടപെട്ട് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. മുന്നറിയിപ്പുമില്ലാതെ തൊഴിലാളികളെ കിടപ്പാടത്തുനിന്ന് കുടിയിറക്കി വിടാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഓർഫണേജ് പ്രശ്നത്തിൽ തടസ്സമായ ഡിസ്ട്രിബ്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ മന്ത്രി AP അനിൽകുമാർ. ബിഗ് TVക്കും എന്റെ റിപ്പോർട്ടർക്കും സുജാ മാഡത്തിനൊക്കെ നന്ദി പറയാണ്. മസ്കുലർ ഡിസ്ട്രോഫി ബാധിതനായ 17-കാരന് ഇലക്ട്രിക് വീൽ ചെയർ നൽകി മൈജി. ഇത്ര പെട്ടെന്ന് വീൽ ചെയറിനുള്ള ആഗ്രഹം നടക്കുമെന്ന് കരുതിയിരുന്നോ? ഇല്ല, പെട്ടെന്ന് കിട്ടുമെന്ന് കരുതിയില്ലായിരുന്നു. ആലപ്പുഴ ദേശീയപാത അടിപ്പാതകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങോട്ട് ക്രോസ് ചെയ്യാനോ അവിടെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ആ ചാനലിൽ ഇങ്ങനെ വാർത്ത വരുന്നു, പുഴുവരിച്ചു, ഡോക്ടറോട് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ സീനിയർ റെസിഡന്റ് ഡോക്ടർക്ക് സസ്പെൻഷൻ. അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്തു. തട്ടത്തുമല ഹൈസ്കൂളിൽ ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ നിർമ്മിച്ച കെട്ടിടത്തിലെ അപാകതകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷംസുദ്ദീൻ. സർക്കാർ പണം ഉപയോഗിച്ചുണ്ടാക്കിയ കെട്ടിടമല്ലേ. ചേർത്തല AS കനാൽ പ്രദേശത്തെ വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ നടപടി. ഒരു വീടൊന്നുമില്ല, എല്ലാ വീട്ടിലും അകത്ത് വരെ വെള്ളം. അഴിമതിയും സ്വജനപക്ഷപാതവും അനുവദിക്കില്ല. ഇവിടെ ബിഗ് TV ഉണ്ട്. കരാർ പുതുക്കാതെ മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടതിൽ മന്ത്രിയുടെ ഇടപെടൽ. കയർ കോർപ്പറേഷനിലെ അനധികൃത നിയമനങ്ങളിൽ ഫയലുകൾ പിടിച്ചെടുത്ത് വിജിലൻസ്. ഇവരെല്ലാം ഇടതുപക്ഷ സംഘടനയുടെ നേതാക്കന്മാരായതുകൊണ്ടാണ് 108 ആംബുലൻസുകളിൽ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുള്ള നിയമന നീക്കം റദ്ദാക്കി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ ഈ ടെൻഡർ വ്യവസ്ഥകൾ ചെങ്ങലയിൽ ബന്ധിപ്പിച്ച നിലയിൽ ഫയൽ ക്ലോസ് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആഗ്രഹിക്കും. പുനലൂർ ആളുകേറാമലയിലെ കൊലപാതക കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് ആഭ്യന്തര വകുപ്പ്. സകല മേഖലകളിലും ബിഗ് TVയുടെ സർവാധിപത്യം. ബിഗ് TV എന്നും ജനപക്ഷത്ത്. Big TV, without fear or favor. ഒരിടവേളയ്ക്ക് ശേഷമാണ് അമ്പലപ്പുഴയിൽ വീണ്ടും നിരവധി വീടുകളിൽ മോഷണ ശ്രമം ഉണ്ടാകുന്നത്. അമ്പലപ്പുഴയ്ക്ക് ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തെ 4 വീടുകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം ഉണ്ടായത്.
രാത്രി 12:30-ക്കും 2 മണിക്കും ഇടയിലുള്ള സമയത്താണ് വീടുകളിൽ മോഷണം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ വീടുകളിലും മോഷ്ടാക്കൾ എത്തിയിട്ടുണ്ട്. മോഷണ ശ്രമം നടന്ന വീടുകളിൽ ഫോറൻസിക് സംഘം ഇന്ന് രാവിലെ എത്തി തെളിവെടുപ്പ് നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷ്ടാവിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് അമ്പലപ്പുഴയിലെ ഗ്രാമപ്രദേശങ്ങളിൽ വീണ്ടും മോഷ്ടാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തെ 4 വീടുകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം നടന്നത്. എല്ലാ വീടുകളുടെയും അടുക്കളവാതിൽ തകർത്ത് അകത്തു കയറാനായിരുന്നു കള്ളന്റെ ശ്രമം. പ്രദേശവാസിയായ ബിബിന്റെ വീട്ടിലെ CCTVയിൽ കള്ളന്റെ ദൃശ്യം പതിഞ്ഞു. എങ്കിലും ആളെ വ്യക്തമായില്ല. ഇരട്ടക്കുളങ്ങര സ്വദേശി ഷിനുവിന്റെ വീട്ടിലെ ഇൻവെർട്ടർ ഓഫ് ചെയ്ത ശേഷമായിരുന്നു മോഷണ ശ്രമം. മറ്റു 2 വീടുകളിൽ കൂടി മോഷണ ശ്രമം നടന്നു. എങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടില്ല. രാത്രി 12:30-നും പുലർച്ചെ 3:30-നും ഇടയിലാണ് പ്രദേശത്തെ വീടുകളിൽ കള്ളനെത്തിയത്. ആദ്യം മോഷണ ശ്രമം നടന്ന വീട്ടിൽ അടുക്കളവാതിൽ കുത്തിത്തുറക്കുകയും ചെയ്തു. വീട്ടുകാർ ശബ്ദം കേട്ട് ഉണർന്നതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അമ്പലപ്പുഴ പോലീസ് രാത്രിയിൽ തന്നെ സ്ഥലത്തെത്തിയിരുന്നു. മോഷണ ശ്രമം നടന്ന വീടുകളിൽ ഇന്ന് ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ശാസ്ത്രീയ പരിശോധനയിൽ ലഭിച്ച തെളിവുകളിലൂടെ കള്ളനെ കണ്ടെത്താനാകുമോ എന്നതിൽ അന്വേഷണം നടത്തുമെന്നും അമ്പലപ്പുഴ പോലീസ് അറിയിച്ചു. ബിഗ് TV, ആലപ്പുഴ. വ്യാജ മേൽവിലാസത്തിൽ മോഷണം പതിവാക്കിയ കുപ്രസിദ്ധ മോഷ്ടാവ് എറണാകുളത്ത് പിടിയിലായി. കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിയെ ആണ് തടിയപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത്. കിഴക്കമ്പലത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതി കോട്ടയത്ത് മറ്റൊരു മേൽവിലാസത്തിൽ വിലസുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത്. മോഷണം പതിവാക്കിയ കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂർ കൊട്ടിയൂർ സ്വദേശി കാരാപ്പുഴയിൽ വീട്ടിൽ KS അനീഷാണ് തടിയിട്ടപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത്. ഇക്കഴിഞ്ഞ 17-ാം തീയതി വൈകിട്ട് 3 മണിയോടെ കിഴക്കമ്പലം അമ്പുനാട് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ബൈക്ക് മോഷണം ചെയ്ത കേസിലാണ് അറസ്റ്റ്. ഇതേ വീട്ടിൽ 2 ദിവസം മുൻപ് തോട്ടം ജോലിക്കായി എത്തിയതാണ് പ്രതി. മുരളി എന്ന വ്യാജ പേരിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. 60,000 രൂപ വില വരുന്ന ബൈക്കാണ് പ്രതി മോഷ്ടിച്ചത്. വാഹനോടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത തടിയിട്ടപ്പറമ്പ് പോലീസ് കോട്ടയം കടുത്തുരുത്തിയിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തു. മോഷ്ടിച്ച വാഹനവും പോലീസ് കണ്ടെടുത്തു. ഇയാൾ കടുത്തുരുത്തിയിൽ മറ്റൊരു വ്യാജപ്പേരിൽ ഹോട്ടൽ ജീവനക്കാരനായാണ് വിലസിയത്. പ്രതിക്ക് വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ 6ഓളം മോഷണ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബിഗ് TV, കൊച്ചി. കണ്ണൂരിൽ ഗർഭിണിയായ പോലീസ് ഉദ്യോഗസ്ഥയെയും ഭർത്താവിനെയും മർദ്ദിച്ചതായി പരാതി. ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയായിരുന്നു മർദ്ദനം. യുവതിയുടെ പരാതിയിൽ വളപട്ടണം പോലീസ് കേസെടുത്തു. ഇവരുടെ കാർ ഹൈവേയിൽ ട്രാഫിക് നിയന്ത്രണം ലംഘിച്ചത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇത്രയും ബ്ലോക്ക് ആളുണ്ടാകുമ്പോ ഇടക്ക് കുത്തിക്കയറിയിട്ട് ഒടിച്ചല്ല ഒരു കുറവില്ല. ആരെ വിളിച്ചിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഗർഭിണിയായ പോലീസ് ഉദ്യോഗസ്ഥയാണ് മർദ്ദിച്ചു എന്നതാണ് പരാതി. വളപട്ടണം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പാപ്പിനിശ്ശേരിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥയുടെയും അതോടൊപ്പം ഭർത്താവിൻ്റെയും വാഹനം ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ തന്നെ മറികടന്ന് മുന്നോട്ട് പോയതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. നാട്ടുകാരും അതോടൊപ്പം ഇവരും ചേർന്ന് വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. പിന്നീട് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭർത്താവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ബിഗ് TVക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഈ ഒരു ഉദ്യോഗസ്ഥയുടെയും അതോടൊപ്പം ഭർത്താവിൻ്റെയും ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയുള്ള ദൃശ്യങ്ങളാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം കടന്നുപോയ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളുമാണ് പോലീസ് ശേഖരിക്കുന്നത്. നിലവിൽ ഗർഭിണിയാണ് ഈ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് ഇത്തരത്തിൽ ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ തന്നെ മറികടന്ന് തങ്ങൾ പോയത് എന്നാണ് ഈ ഉദ്യോഗസ്ഥയുടെ വാദം. അതേസമയം തന്നെ ഇതിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവർ ഈ ട്രാഫിക് നിയന്ത്രണങ്ങൾ മറികടന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇവർ മോശമായി പെരുമാറി എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വളപട്ടണം പോലീസ് കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നായാട്ട് സംഘത്തെ വനംവകുപ്പ് പിടികൂടി. ഗുരുനാഥൻ മണ്ണ് സ്വദേശികളായ 4-അംഗ സംഘമാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 9 കിലോ മാനിറച്ചിയും വേട്ടയ്ക്കുപയോഗിച്ച തോക്കും പിടിച്ചെടുത്തു.
രഹസ്യ വിവരത്തെ തുടർന്നാണ് വടശ്ശേരിക്കര ഫോറസ്റ്റ് റേഞ്ചിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഗുരുനാഥമണ്ണ് സ്വദേശികളായ ജോർജ് കുട്ടി, ബാബു, അലക്സ്, അഭിലാഷ് എന്നിവരെയാണ് വനത്തിനുള്ളിൽ നിന്നും പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്നും 9 കിലോ മാനിന്റെ ഇറച്ചിയും തോക്കും മറ്റ് മാരകായുധങ്ങളും കണ്ടെത്തി. പ്രതികൾ സ്ഥിരമായി നായാട്ട് നടത്തുന്നവരാണെന്നും സമാന സ്വഭാവമുള്ള കേസുകൾ ഇവർക്കെതിരെ ഉണ്ടെന്നും വടശ്ശേരിക്കര റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് പറഞ്ഞു. രഹസ്യ ഇൻഫർമേഷൻ കിട്ടി. സ്റ്റാഫ് അപ്പം തന്നെ പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അവിടെ പട്രോളിംഗ് നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വനത്തിൽ വേട്ട നടത്തി തിരിച്ചിറങ്ങുന്നതിനിടയിൽ അവരെ പിടിക്കുകയായിരുന്നു ചെയ്തത്. പിടിക്കുമ്പോൾ ഏകദേശം 9 കിലോയോളം കേടമാനിന്റെ ഇറച്ചിയും തോക്കും, നാടൻ തോക്കും, വെട്ടുകത്തിയും ഉൾപ്പെടെയുള്ള ഇൻസ്ട്രുമെന്റ്സും ഉണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് വേട്ട നടത്തുന്ന ഒരു ടീമാണ്. കാരണം മുൻകാലങ്ങളിലും വേട്ട നടത്തുന്നതായിട്ടുള്ളൊരു ചരിത്രം ഇവർക്ക് പറയാനുണ്ട്. കാരണം ആനക്കൊമ്പ് കേസിലും അതുപോലെ തന്നെ ആംസാക്ക് പ്രകാരമുള്ള ചിറ്റാർ പോലീസ് സ്റ്റേഷൻ്റെ കേസിലും നമ്മുടെ 1-2 കേസുകളിലും ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നതുൾപ്പെടെ അന്വേഷിക്കുമെന്നും വനവകുപ്പ് അറിയിച്ചു. കച്ചവട ആവശ്യത്തിനാണോ ഇവർ നായാട്ട് നടത്തുന്നതെന്ന കാര്യത്തിലും അന്വേഷണമുണ്ടാകും. ഇവർക്ക് നായാട്ട് നടത്താൻ തോക്ക് എവിടെ നിന്ന് ലഭിച്ചുവെന്ന കാര്യത്തിലും അന്വേഷിക്കും. ബിഗ് TV പത്തനംതിട്ട. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസും നിരോധിത പുകയില വസ്തുക്കൾ ഉൾപ്പെടെ പിടികൂടി. ഹരിപ്പാട്, കായംകുളം എക്സൈസ് സംഘങ്ങൾ നടത്തിയ പരിശോധനയിലാണ് കായംകുളത്ത് 30 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കുറത്തിക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ലഹരി വിരുദ്ധ പരിശോധനകളുടെ ഭാഗമായി ആലപ്പുഴയിൽ പോലീസിന്റെയും എക്സൈസിന്റെയും കർശന പരിശോധനകൾ തുടരുന്നതിനിടെയാണ് ഹരിപ്പാട്, കായംകുളം എക്സൈസ് ടീമുകൾ സംയുക്തമായി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 30 കിലോയോളം നിരോധിത പുകയില ഉത്പന്നങ്ങൾ പിടികൂടി. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിലും അവർ നടത്തുന്ന പാൻ ഷോപ്പുകളിലുമായാണ് പരിശോധന നടന്നത്. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കുറത്തിക്കാട് പോലീസ് ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന് സംശയിക്കുന്ന കടയിൽ പരിശോധനയ്ക്കെത്തിയത്. 2 ചാക്ക് നിരോധിത പുകയില ഉത്പന്നങ്ങളാണ് പിടികൂടിയത്. ഇരു സംഭവങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്തു. ജില്ലയിൽ ആകമാനം വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്നാണ് പോലീസും എക്സൈസും വ്യക്തമാക്കുന്നത്. ബിഗ് TV ആലപ്പുഴ. ഇന്നത്തെ അന്വേഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നൈറ്റ് റൗണ്ടപ്പുമായി ധന്യ കിരൺജി.